യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞല്ല സുവിശേഷം. അതെല്ലാം കളിപ്പീര്. അത് ഈ 10 കൊമ്പും 7 തലയുമുള്ളതായ മൃഗം, അതിനെക്കുറിച്ച് പിന്നെ പഠിപ്പിക്കാം. അതും ആ സ്ത്രീയുടെ, ആ വലിയ മൃഗത്തിൻ്റെ മുറത്തിരിക്കുന്ന ആ സ്ത്രീ, അവളും കൂടെ ചെയ്യുന്ന പരിപാടിയാണ് ഈ അത്ഭുതങ്ങളൊക്കെ നടത്തുന്നത്. 2 തെസ്സലോനിക്കർ 2:7 മുതൽ ഒന്ന് വായിച്ചാട്ട്. 2 തെസ്സലോനിക്കർ 2:7 മുതൽ. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയുടെ സകല ബന്ധം കൊണ്ടായിരിക്കും. അതിനൊക്കെ കാരണം എന്താണ്? വായിച്ചാൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി. അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് വ്യാപാര ശക്തി പ്രവർത്തിക്കുന്നതെല്ലാം കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ അടുത്ത ദിവസങ്ങൾ പഠിപ്പിക്കുന്നതായിരിക്കും. ആയാൽ പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് അന്ധകാരത്തിൻ്റെ അധീനത കിടക്കുന്നവരെ എന്തു ചെയ്യണം? വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കണം. അവരോട് പറയണം, സഹോദര, നിനക്ക് വേണ്ടി വില കർത്താവ് കെട്ടിവെച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ന്യായ കോടതിയിൽ നിൻ്റെ പാപത്തിൻ്റെ വില കെട്ടിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നീ വിശ്വസിക്കുക. സാത്താനോട് പറയുക, എന്നെ വിട്ട് പോകുക, ഞാൻ ദൈവത്തിൻ്റെ മകനായിത്തീരുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, കർത്താവ് വില കൊടുത്തിരിക്കുകയാണ്. നമ്മളെ വില കൊടുത്തു വാങ്ങിയതാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും തനിയെ വന്നതല്ല, അവരെ എല്ലാവരെയും വില കൊടുത്തു വാങ്ങിയതാണ്. ഒരുത്തരും തനിയെ വന്നതല്ല, ഞാൻ തനിയെ വന്നതല്ല, നിങ്ങൾ തനിയെ വന്നതല്ല, വില കൊടുത്തു. എന്താ വില കൊടുത്തത്? തൻ്റെ വിലയേറിയ രക്തം മുഴുവനും കൊടുത്തു. അതുകൊണ്ട് സാത്താന് നമ്മുടെ മേൽ യാതൊരു അവകാശവുമില്ല. അവൻ വില കൊടുത്തതിനാൽ അവൻ നമ്മളെ തൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ആ വില കൊടുത്തത് നമ്മുടെ ആത്മാവിനും പ്രാണനും വേണ്ടിയൊക്കെ എങ്ങനെയൊക്കെയാണ് വില കൊടുത്തത് എന്നുള്ളതും കർത്താവിൻ്റെ ഓരോ താമസമെങ്കിൽ നാളെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആയാൽ പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തട്ടെ. രക്ഷ എന്ന് പറയുന്നത് തീർന്നില്ല, ഇനിയുണ്ട്. രക്ഷ എന്ന് പറയുന്നത് കൈപൊക്കിയതുകൊണ്ട് കാര്യം നടന്നില്ല. കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന പറഞ്ഞുകൊണ്ട് കാര്യമല്ല. ഞാൻ നരകത്തിയിൽ പോകുന്നു, എനിക്കിനി പാപ ജീവിതം വേണ്ട, എനിക്ക് ഈ കാട്ടൊലിയിൽ ഇനിയും ഒരു ദിവസം പോലും വേണ്ട, ഈ കാട്ടൊലിയിൽ നിന്നെ മുറിച്ചേ മതിയാകൂ എന്നകത്ത് നിന്ന് ഒരു കരച്ചിൽ വരണം. ഈ കാട്ടൊലിയിൽ നിന്നെ മുറിച്ചേ മതിയാകൂ, ഈ നാശ ലോകത്തിൽ നിന്ന് എനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കണം, ഇവിടെ നിന്നാൽ ഞാൻ നശിച്ചു പോകും എന്നുള്ള വേദന അകത്ത് വരുമ്പോൾ ഒരു കരച്ചിലുണ്ടാവും. അപ്പോൾ കർത്താവ് അവനെ വിടുവിക്കും. അപ്പോൾ അവന് വില കൊടുത്തു എന്നുള്ളത് അവന് മനസ്സിലാകണം. അവനും അതിൽ നിന്ന് ഞാൻ ഇതിൽ നിന്ന് നശിച്ചു പോകുന്നുള്ള ഒരു ചിന്തയും അവൻ്റെ ഹൃദയത്തിൽ വരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ രക്ഷിതയിലേക്ക് വരുവാൻ കഴിയുള്ളൂ. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇത്രത്തോളം വില കൊടുത്തല്ലോ. അവൻ നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്നല്ലോ. അവൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് അല്പനേരം കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം, അവൻ നമുക്ക് വേണ്ടി വില കെട്ടിവെച്ചത്. ഹല്ലേലൂയ. അതെങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളെ സ്തുതിക്കുകയും
അങ്ങേ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി ഐശ്വര്യമായിട്ട് അങ്ങയുടെ വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വലിയൊരു വീണ്ടെടുപ്പ് വില കൊടുത്തല്ലോ. ഒരു കാലത്ത് കാട്ടൊലിവായിരുന്ന ഞങ്ങളെ ആമേൻ നല്ല നാട്ടൊലിവോട് ഒട്ടിച്ചു ചേർക്കുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നി. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും കാട്ടൊലിവിൻ്റെ ഫലം കായ്ക്കാത്ത അനുഭവത്തിൽ ഓരോ ദിവസവും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നാട്ടൊലിവിൻ്റെ നല്ല ഫലം കായ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യേ പകർന്നുകൊണ്ടിരുന്നതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പാപത്തിൽ ജീവിക്കുന്നവൻ നരകത്തിൽ പോകും എന്നുള്ള തിരുവചനം ഇന്ന് രാത്രി കേൾക്കുവാനിടയായി. ആമേൻ. വിശുദ്ധിയിലും വേർപാടിലും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി നോക്കി പാർക്കുവാൻ എല്ലാവർക്കും ഇടയാക്കണമേ. അടുത്ത ദിവസങ്ങളിലും പരിശുദ്ധാത്മാവ് ശക്തമായി പ്രവർത്തിക്കുകയും ഈ ദേശത്ത് ഭരിക്കുന്ന അന്ധകാരത്തിൻ്റെ ദുഷ്ടൻ്റെ വാഴ്ചകൾ എന്നേക്കുമായി തകരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് പ്രവർത്തിക്കുന്നതിനായി സ്തുതിക്കുന്നു. റീഖന ബൗഡൽ പ്രബസിയ അന്ധകാരത്തിൻ്റെ കോട്ടകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ തകർന്നു മാറട്ടെ. അങ്ങയുടെ ദാസനെ പ്രത്യേകം ഈ ദിവസങ്ങളിൽ പിന്നെയും ബലപ്പെടുത്തി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് ആത്മാക്കൾ കടന്നു വന്ന് ആമേൻ ഒരു വലിയ വിടുതലിലേക്കായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ. ആമേൻ. സകല ബുദ്ധിയും കവിഞ്ഞ ദൈവത്തിൻ്റെ സമാധാനവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും നമ്മെ ദിനം തോറും നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ഇവിടെ നടക്കുന്ന ക്ലാസ്സിനോട് കൂടെയും കർത്താവിൻ്റെ വരുവരെയും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയന്തെന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്.